ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസിനെ പറ്റിയിട്ടാണ്. അപ്പം എന്താണ് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് എന്ന് നോക്കുന്നതിന് മുമ്പ് എന്താണ് ഒരു എംബ്രിയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് അത് ഡിഫറെന്റ് ഡെവലപ്മെന്റൽ സ്റ്റേജിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ ഒരു ഡെവലപ്മെന്റൽ ഫേസ് ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ആണ് എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും 3 ഡെവലപ്മെന്റൽ സ്റ്റേജുകളാണ് വരുന്നത്: സൈഗോട്ടിക് സ്റ്റേജ്, എംബ്രിയോണിക് സ്റ്റേജ് ആൻഡ് ഫീറ്റൽ സ്റ്റേജ്. സൈഗോട്ടിക് സ്റ്റേജ് അല്ലെങ്കിൽ സൈഗോട്ടിക് സ്റ്റേജിൽ ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? സൈഗോട്ട് ആയിരിക്കും ഫോം ചെയ്യുക. എംബ്രിയോണിക് സ്റ്റേജിൽ എംബ്രിയോ ആൻഡ് ഫീറ്റൽ സ്റ്റേജിൽ ഫീറ്റസിന്റെ ഫോർമേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ എന്താണ് ഒരു സൈഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് എഗ് ആൻഡ് സ്പേം ഫ്യൂഷൻ, അതിനാണല്ലോ നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഉണ്ടാവുന്ന ഫസ്റ്റ് ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് സൈഗോട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഈ ഒരു സ്റ്റേജിൽ എന്തായിരിക്കും, കുട്ടിയുടെ ബോഡി പാർട്സ് ഒന്നും ഫോം ചെയ്യുന്നുണ്ടായിരിക്കില്ല. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ ഷോർട്ടസ്റ്റ് ഫേസ് ആണ് ഈ സൈഗോട്ടിക് ഫേസ് എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഒരു 1.5 days മാത്രമാണ് സൈഗോട്ടിക് സ്റ്റേജ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ഉണ്ടാവുന്ന ഈ സൈഗോട്ട് എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഫെർട്ടിലൈസ്ഡ് ഒക്കെ ആയിട്ടുള്ള സൈഗോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിംഗിൾ സെൽഡ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് എംബ്രിയോണിക് സ്റ്റേജ്. എംബ്രിയോണിക് സ്റ്റേജിലാണ് എംബ്രിയോന്റെ ഫോർമേഷൻ നടക്കുന്നത്. എംബ്രിയോ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൾട്ടി സെല്ലുലാർ ആയിരിക്കും. ആൻഡ് ഈ സൈഗോട്ടിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെൽ ഡിവിഷൻസ് വഴിയാണ് ഈ സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു സ്റ്റേജിൽ എന്താണ്, ബോഡി പാർട്സ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ടായിരിക്കും. പക്ഷെ ഇറ്റ് വോണ്ട് ബി ക്ലിയർലി ഐഡന്റിഫയബിൾ ആയിരിക്കില്ല. അതായത് ഇത് ഇന്ന ബോഡി പാർട്ടാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ജസ്റ്റ് ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചർ മാത്രമാണ് ഈ ഒരു കേസിൽ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് വിൽ ലാസ്റ്റ് അപ് ടു 8 weeks. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഫീറ്റൽ സ്റ്റേജ്. ഫീറ്റൽ സ്റ്റേജിലാണ് ഫീറ്റസിന്റെ ഫോർമേഷൻ നടക്കുന്നത്. ആൻഡ് ഈ ഫീറ്റസ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫോം ബൈ ദ റിപ്പീറ്റഡ് സെൽ ഡിവിഷൻ ഇൻ എംബ്രിയോ. ഈ ഒരു സ്റ്റേജിൽ ബോഡി പാർട്സ് ഒക്കെ ക്ലിയർലി വിസിബിൾ ആയിരിക്കും നമുക്ക്. അതായത് ഇത് ഇന്ന ബോഡി പാർട്ടാണ് നമുക്ക് പറയാനായിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജ് നമുക്ക് എല്ലാം ക്ലിയർലി ഐഡന്റിഫയബിൾ ആയിട്ട് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് വിൽ ലാസ്റ്റ് ഫ്രം 9 weeks ടിൽ ദി ബർത്ത് ഓഫ് ദി ബേബി. അപ്പൊ ഇതാണ് 3 സ്റ്റേജ്: സൈഗോട്ടിക് സ്റ്റേജ്, എംബ്രിയോണിക് സ്റ്റേജ് ആൻഡ് ഫീറ്റൽ സ്റ്റേജ്. എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ്. എംബ്രിയോ എന്താണെന്ന് കണ്ടല്ലോ. ഈ എംബ്രിയോന്റെ പുറത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണുന്ന മെംബ്രേനിയസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി membranous structures which surrounds the embryo. Since these membranes are external to the proper embryo, they are called as the extra embryonic membranes. അപ്പം ഈ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിന് വേണ്ട ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുക, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ പോലെയുള്ള പ്രോസസ്സുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും 4 എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഏതൊക്കെയാ? എംനിയോൺ, കോറിയോൺ, യോക്സാക് ആൻഡ് എലൻറ്റോയ്സ്. 4 എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്: എംനിയോണും, കോറിയോൺ, യോക്സാക് ആൻഡ് എലൻറ്റോയ്സ്. ആൻഡ് ദീസ് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ആർ നോട്ട് ഓൺലി ലിമിറ്റഡ് ടു ദി ഹ്യൂമൻസ്. ഹ്യൂമൻസിൽ മാത്രമല്ല നമുക്ക് ഈ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് എന്ന് പറയുന്നത് കാണുന്നത്. മാമൽസിലും ബേർഡ്സിലും റെപ്റ്റൈൽസിലും ഒക്കെ നമുക്ക് ഈ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് വിസിബിൾ ആയിരിക്കും. രണ്ട് ടേംസ് ആണ് എംനിയോട്സും അനംനിയോട്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എംനിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദീസ് ആർ ദ വേർട്ടിബ്രേറ്റ് ഗ്രൂപ്സ് whose eggs contain extra embryonic membranes for protecting the embryo. അതായത് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ പറയുന്നത് എംനിയോട്സ് എന്നാണ് പറയുന്നത്. ആൻഡ് ദേ യൂഷ്വലി ലേ എഗ്സ് ഓൺ ദി ലാൻഡ്. ഓക്കെ. എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് റെപ്റ്റൈൽസും ബേർഡ്സും മാമൽസും ഒക്കെ നമ്മൾ എന്താ പറയുന്നത്? എംനിയോട്സ് എന്നാണ് പറയുന്നത്. കാരണം എന്താ? അവരുടെ എഗ്ഗിൽ എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് പ്രസന്റ് ആയിരിക്കും. അപ്പൊ അനംനിയോട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദേ ഡസ് നോട്ട് കണ്ടെയ്ൻ ദി എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ ഡ്യൂറിങ് ദി എംബ്രിയോണിക് ഡെവലപ്മെന്റ് ആൻഡ് ദേ യൂഷ്വലി ലേ എഗ് ഇൻ വാട്ടർ. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഫിഷും ആംഫീബിയൻസ് എന്നും പറയുന്നത്. എംബ്രിയോണിക് മെംബ്രെയിൻസ് എന്ന് കണ്ടല്ലേ. ഇനി മാമൽസിന്റെ കേസിൽ ഈ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽസിൽ നിന്നാണ്. എന്താണ് ഈ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്?
അതായത് നമ്മൾ ആദ്യം പറഞ്ഞു, അതായത് എഗ്ഗും സ്പേമും തമ്മിൽ ഫ്യൂഷൻ നടന്നു. എഗ് ആൻഡ് സ്പേം ഫ്യൂഷനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്ന് ഫസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈഗോട്ട് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞല്ലേ, ഈ സൈഗോട്ടിൽ നിന്നുണ്ടായിരിക്കും മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെൽ ഡിവിഷൻസ് നടക്കും. ഉം. ഈ സെൽ ഡിവിഷൻസിനെയാണ് നമ്മൾ ക്ലീവേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ്. ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് ക്ലീവ് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് ഇത് ഒരു 2 സെൽ സ്റ്റേജിലോട്ട് പോകുന്നു. വീണ്ടും ക്ലീവേജ് നടന്ന് അതൊരു 4 സെൽ സ്റ്റേജ് ആവുന്നു. പിന്നീടും ക്ലീവ് ചെയ്ത് 8 സെൽ സ്റ്റേജ്, പിന്നെ ക്ലീവേജ് സംഭവിച്ച് ഇതൊരു 16 സെൽഡ് സ്റ്റേജിലോട്ട് പോകും. ഈ 16 സെൽഡ് സ്റ്റേജിനെ നമ്മൾ മോറുല എന്നും കൂടെ പറയും. ഓക്കെ, എന്താ പറയുന്നത്? മോറുല. മോറുല എന്ന് പറയും. ഓക്കെ, അങ്ങനെ 16 സെൽ സ്റ്റേജ് എത്തുന്നു. ഇനി 16 സെൽ സ്റ്റേജിൽ വീണ്ടും ക്ലീവേജ് നടന്നിട്ട് ഇതൊരു 32 സെൽഡ് സ്റ്റേജിലോട്ട് പോകും. അതിനാണ് നമ്മൾ പറയുന്നത് ബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബ്ലാസ്റ്റുലയിലെ സെൽസ് എല്ലാം തന്നെ ഡ്യൂറിങ് ദി നെക്സ്റ്റ് ഡെവലപ്മെന്റൽ ഫേസ് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിൽ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിലെ ബ്ലാസ്റ്റുലയിലെ സെൽസ് ഉണ്ടായിരിക്കുമല്ലോ, ആ സെൽസ് എന്ത് ചെയ്യും? 2 ലെയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇവിടെ കണ്ടോ, 32 സെൽ സ്റ്റേജ് ആയിട്ടുള്ള ബ്ലാസ്റ്റുല, അതിലെ സെൽസ് എന്ത് ചെയ്യും? 2 ലെയർ ഓഫ്, ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ കണ്ടോ, ഇവിടെയുമായിട്ട് 2 ലെയർ ഓഫ് സെൽസ് ആയിട്ട് അറേഞ്ച് ചെയ്യും. ഒരു ഔട്ടർ ലെയർ ഓഫ് സെൽസും ഒരു ഇന്നർ ലെയർ ഓഫ് സെൽസും ഫോം ചെയ്യും. സോ ഈ ഔട്ടർ ലെയർ ഓഫ് സെൽസ് ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇന്നർ ലെയർ ഓഫ് സെൽസ് ഉണ്ട്. ഈ ഇന്നർ ലെയർ ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇന്നർ സെൽമാസ് എന്ന് പറയാം. എംബ്രിയോ ആക്ച്വലി ഫോം ചെയ്യുന്നത് ഈ ഇന്നർ ലെയർ ഓഫ് സെൽസ് ആയിട്ടുള്ള ഇന്നർ സെൽമാസിൽ നിന്നായിരിക്കും. പിന്നീട് ഈ ട്രോഫോബ്ലാസ്റ്റ് ഉണ്ടല്ലോ, അതായത് ഔട്ടർ ലെയർ ഓഫ് സെൽസിനാണ് നമ്മൾ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ട്രോഫോബ്ലാസ്റ്റ് ചില എൻസൈംസിനെ സെക്രീറ്റ് ചെയ്യും. ആ എൻസൈംസ് ബേസിക്കലി എന്ത് ചെയ്യുന്നേ? ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ നമ്മുടെ യൂട്രസിലോട്ട് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി അവിടെ എത്തിയതിനു ശേഷം ഈ ബ്ലാസ്റ്റില അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ സെൽസിന് റീഅറേഞ്ച്മെന്റ് നടക്കും. ആൻഡ് ദിൽ സ്പേഷ്യലി അറേഞ്ച് ടു ഫോം 3 ലെയേഴ്സ് ഓഫ് സെൽസ്. ആൻഡ് ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്നത്. അതിന് 3 ലെയർ ഓഫ് സെൽസ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പം അതിന് നമ്മൾ പറയുന്നത് ജേം ലെയേഴ്സ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാ ജേം ലെയേഴ്സ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഡോഡേം, എക്ടോഡേം ആൻഡ് മീസോഡേം എന്ന് പറഞ്ഞിട്ട് 3 ജേം ലെയേഴ്സ് ആയിട്ട് ഇവർ അറേഞ്ച് ചെയ്യും. ഓക്കെ, ഈ ഒരു സ്ലൈഡിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റും. ഇനീഷ്യലി എന്തുണ്ടാവുന്നു? എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ടിന്റെ ഫോർമേഷൻ. ഓക്കെ, എഗ് ആൻഡ് സ്പേം ഫ്യൂഷൻ വഴി സൈഗോട്ട് ഫോം ചെയ്യുന്നു. പിന്നെ സൈഗോട്ടിൽ ഡിവിഷൻസ് നടക്കുന്നു. ആദ്യം 2 സെൽ സ്റ്റേജ്, പിന്നെ 4 സെൽ സ്റ്റേജ്, 8 സെൽ സ്റ്റേജ്, പിന്നെ 16 സെൽസ് ആയിട്ട് മാറുന്നു. അതിനാണ് നമ്മൾ മോറുല എന്ന് പറയുന്നത്. പിന്നീട് ഈ മോറുലും വീണ്ടും ഡിവൈഡ് ചെയ്ത് 32 സെൽ സ്റ്റേജിൽ എത്തുന്നുണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. ഈ ബ്ലാസ്റ്റിൽ എന്ത് ചെയ്യുന്നു? അതിലെ സെൽസ് 2 ലെയർ ഓഫ് സെൽസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഔട്ടർ ലെയർ ഓഫ് സെൽസ് ആണ് ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇന്നർ ലെയർ ഓഫ് സെൽസിന് ഇന്നർ സെൽമാസ് എന്ന് പറയുന്നു. ഈ ഔട്ടർ ലെയർ ഓഫ് സെൽസ് എന്ത് ചെയ്യുന്നു? ഇതാണ് മാമൽസിന്റെ കേസിൽ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസിന് ഗിവ് റൈസ് കൊടുക്കുന്നത്. ഇനി പിന്നീട് ഈ ഔട്ടർ ലെയർ ഓഫ് സെൽസ് തന്നെ കുറച്ച് എൻസൈംസിനെ സെക്രീറ്റ് ചെയ്യും. ഈ എൻസൈംസിനെ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? യൂട്രസിനെ ലൈൻ ചെയ്ത് കാണുന്ന ലെയർ ഓഫ് സെൽസിനാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അപ്പം ഈ എൻഡോമെട്രിയത്തിൽ ഇത് ഇംപ്ലാന്റഡ് ആവുന്നുണ്ടായിരിക്കും. അവിടെ വെച്ചിട്ട് ഇത് വീണ്ടും ഇതിൻ്റെ ഉള്ളിലുള്ള സെൽസ് സ്പേഷ്യലി അറേഞ്ച് ചെയ്യും. ഒരു 3 ലെയർ ഓഫ് സെൽസ് ആയിട്ട് സ്പേഷ്യലി അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്നത്. ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് 3 ലെയർ ഓഫ് സെൽസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഏറ്റവും ഉള്ളിലത്തേനെ നമ്മൾ എൻഡോഡേം എന്നും, പിന്നെ അതിൻ്റെ തൊട്ട് പുറത്ത് കാണുന്നതിനെ നമ്മൾ മീസോഡേം എന്നും, ലാസ്റ്റ് ഏറ്റവും ഔട്ടർ മോസ്റ്റിന് നമ്മൾ എക്ടോഡേം എന്നും പറഞ്ഞ് 3 ലെയർ ഓഫ് സെൽസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്നത്. എംബ്രിയോണിക് മെംബ്രെയിൻസിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു മെയിനായിട്ടും 4 എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ആണ് നമുക്ക് കാണാനായിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് യോക്ക് സാക്ക്. ഉള്ളിന്ന് പുറത്തോട്ട് പോകും. ഈ ഒരു യെല്ലോ കളറിൽ വരുന്നത് യോക്ക് സാക്ക് എന്ന് പറയുന്നു. പിന്നെ ഏതാണ്?
എലൻറ്റോയ്സ്. ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നതാണ് എലൻറ്റോയ്സ് എന്ന് പറയുന്നത്. ഇവരെ രണ്ടുപേരും കൂടിയിട്ടാണ് അംബിലിക്കൽ കോഡ് ഫോം ചെയ്യുന്നത്. പിന്നീട് ഈ എംബ്രിയോനെ കവർ ചെയ്ത് കാണുന്ന ഈ ബ്ലൂ കളറിലുള്ളതുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എംനിയോൺ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് വൺ ഇസ് കോൾഡ് ദി എംനിയോൺ. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണുന്ന എക്സ്ട്രാ എംബ്രിയോണിക് മെമ്പറിൻ, ആ റെഡ് കളറിൽ കാണുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ കോറിയോൺ എന്ന് പറയുന്നത്. ഇവിടെ ഇതിനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. യോക് സാക്ക്, എലൻറ്റോയിസ്, എംനിയോൺ ആൻഡ് കോറിയോൺ. എംബ്രിയോണിക് മെംബ്രെയിൻസ് ഉണ്ടല്ലോ, അത് ഡബിൾ മെംബ്രേനിയസ് ആണ്. അതായത് 2 ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ് ആക്ച്വലി ഫോം ചെയ്തിട്ടുള്ളത്. അപ്പം എൻഡോഡേം മീസോഡേം കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന ഒരു പേരാണ് സ്പ്ലാങ്ക്നോപ്ലൂറിക്കിൻ ഒറിജിൻ എന്നാണ് പറയുന്നത്. അതായത് ഉള്ളിലെ ലെയർ ഓഫ് സെൽസ് എൻഡോഡേർമൽ സെൽസ് കൊണ്ടും ഔട്ടർ ലെയർ ഓഫ് സെൽസ് മീസോഡേംസ് കൊണ്ടുമാണ് ഫോം ചെയ്തേക്കണമെങ്കിൽ വി കോൾ ഇറ്റ് സ്പ്ലാങ്ക്നോപ്ലൂറിക് ഒറിജിൻ എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ എലൻറ്റോയ്സും അതേപോലെ തന്നെ യോക് സാക്ക് എന്ന് പറയുന്നത്. ഇനി ഇഫ് മീസോഡേം എക്ടോഡേം കോമ്പിനേഷൻ ആണെങ്കിൽ, ഇന്നർ മീസോഡേം ആൻഡ് ഔട്ടർ എക്ടോഡേം കോമ്പിനേഷൻ ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് സൊമാറ്റോപ്ലൂറിക്കിൻ ഒറിജിൻ എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് കോറിയോൺ ആൻഡ് എംനിയോൺ എന്ന് പറയുന്നത്. അപ്പം എന്താ പറയുന്നത്, എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് എന്ന് പറയുന്നത് അതിന്റെ വാൾസ്, ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് 2 ലെയേഴ്സ് ഓഫ് സെൽസ്. ഒന്ന് എൻഡോഡേം മീസോഡേം കോമ്പിനേഷൻ ആണെങ്കിൽ, ഇന്നർ എൻഡോഡേമും ഔട്ടർ മീസോഡേമും ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് സ്പ്ലാങ്ക്നോപ്ലൂറിക് ഒറിജിൻ എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് യോക് സാക്കും അലൻറ്റോയ്സും. ഇനി മീസോഡേം എക്ടോഡേം കോമ്പിനേഷൻ, ഇന്നർ മീസോഡേമും ഔട്ടർ എക്ടോഡേമും ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് സൊമാറ്റോപ്ലൂറിക് ഒറിജിൻ എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കോറിയോണും എംനിയോണും. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലേ, ഫസ്റ്റ് വരുന്നതാണ് യോക് സാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, യോക് സാക്ക് എവിടെയാ, ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് നമ്മുടെ യോക് സാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനാണ് യോക് സാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ യോക് സാക്ക് എന്ന് പറയുന്നത് എന്താണ്, സ്പ്ലാങ്ക്നോപ്ലൂറിക്കിൻ ഒറിജിൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്നർ എൻഡോഡേമും ഔട്ടർ മീസോഡേം ലെയേഴ്സ് കൊണ്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഹ്യൂമൻസിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ ഇനീഷ്യലി ഈ യോക് സാക്ക് ലാർജർ ആയിരിക്കും, ലാർജ് സൈസിലായിരിക്കും ഉണ്ടാവുന്നത്. ഒരു 8 വീക്സ് ഒക്കെ കഴിയുന്ന സമയത്ത് ഇതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ട്യൂബുലാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് മാമൽസിൽ മാത്രമല്ല ബേർഡ്സിലും റെപ്റ്റൈൽസിലും കാണാൻ പറ്റും എന്ന് പറഞ്ഞല്ലേ. അപ്പം അവരുടെ കേസിൽ എന്താണ്, ഇത് വെൽ ഡെവലപ്ഡ് ആയിരിക്കും. ബേർഡ്സിന്റെയും റെപ്റ്റൈൽസിന്റെയും കേസിൽ ഈ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ ആയിട്ടുള്ള യോക് സാക്ക് എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഫങ്ഷൻ ആസ് എൻ എക്സ്ട്രാ എംബ്രിയോണിക് ഗട്ട് ആയിട്ടായിരിക്കും അവരിൽ ഫങ്ഷൻ ചെയ്യാം. ഓക്കെ, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അവിടെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നു, അതിന്റെ ഡൈജഷൻ, എബ്സോർപ്ഷനും, ഈ എബ്സോർബ് ചെയ്തിട്ട് ന്യൂട്രിയൻസ് ഒക്കെ എംബ്രിയോയിലോട്ട് പാസ് ചെയ്യാന്നുള്ള ഫങ്ഷൻ ഒക്കെ ചെയ്യുന്നത് ഈ യോക് സാക്ക് ആയിരിക്കും. ഹ്യൂമൻസിന്റെ കേസിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും, വെസ്റ്റീജിയൽ ആയിരിക്കും. പ്രത്യേകിച്ച് ഫങ്ഷൻ ഒന്നും ഇതിന് ഉണ്ടായിരിക്കില്ല. നമ്മൾ പറഞ്ഞു പ്രത്യേകിച്ച് ഇതിന് ഫങ്ഷൻ ഒന്നുമില്ല, വെസ്റ്റീജിയൽ ആണെന്ന് പറഞ്ഞാലും ഇനീഷ്യലി ഇതിന്റെ യോക് സാക്കിന്റെ സൈസ് ഒരു 8 വീക്സ് വരെ ലാർജർ സൈസ് ആയിരിക്കും. അപ്പൊ ഇത് എന്തെങ്കിലും ഫങ്ഷൻ അതിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. അതായത് ഒരു 6th to 7th വീക്ക് വരെ ഹീമോപോയിസിസ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ നടത്തുന്നത് ഈ യോക് സാക്ക് ആണ്. ഓക്കെ, പിന്നീട് ആ ഒരു ഫങ്ഷൻ ഇറ്റ് വിൽ ബി ടേക്കൺ ഓവർ ബൈ ദ ലിവർ. ആൻഡ് ഇൻ അഡൾട്ടിന്റെ കേസിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ ഫോർമേഷൻ നടത്തുന്നത് ആരായിരിക്കും, നമ്മുടെ ബോൺ മാരോയിൽ വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ യോക് സാക്ക് എന്ന് പറയുന്നത് സ്പ്ലാങ്ക്നോപ്ലൂറിക് ഇൻ ഒറിജിൻ ആണ്. ഇന്നർ എൻഡോഡേം ഔട്ടർ മീസോഡേം കോമ്പിനേഷൻ ആണ് വരുന്നത്. ഈ ഹ്യൂമൻസിന്റെ കേസിൽ ഇത് വെസ്റ്റീജിയൽ ആണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ബേർഡ്സിന്റെയും റെപ്റ്റൈൽസിന്റെയും കേസിൽ ഇതൊരു എക്സ്ട്രാ എംബ്രിയോണിക് ഗട്ട് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്.